ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് കരിങ്കോഴികളെ പറ്റിയാണ്. കരിങ്കോഴി ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ്. ഒരുപാട് ഞാൻ അനുഭവിച്ച ആളാണ്. കാരണം 5-8 വർഷങ്ങളായിട്ട് കരിങ്കോഴിയുടെ ഗുണങ്ങൾ ഞാൻ തന്നെ വളർത്തിയിട്ട് ഞാൻ തന്നെ എനിക്ക് മുട്ടയും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കരിങ്കോഴിയുടെ മാംസം ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ കരിങ്കോഴിയുടെ മുട്ട സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കാറ്. ഇതാണ് മോനെ കരിങ്കോഴി. കടക്കനാഥിന്റെ ഒറിജിനൽ കരിങ്കോഴിയുണ്ട്. കടക്കനാഥ് കരിങ്കോഴി എന്ന് പറയും. ഇതാണ് ശരിക്ക് ഒറിജിനൽ കരിങ്കോഴിയായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട്. ഇതിന്റെ മുട്ടക്കും മാംസത്തിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. സംഭവം ഇപ്പോൾ അത് അധികം ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ കോഴി ഇല്ല. ഇതിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിരിയിച്ചിട്ടുള്ളത്. ഇനി അതുകൂടാതെ ഇതിന്റെ വലിയ കോഴി ഇതിന്റെ തന്നെ കടക്കനാഥിന്റെ തന്നെ ഗോൾഡൻ പൂവനുണ്ട്. അതും ഞാൻ കാണിച്ചു തരട്ടാ. ഗോൾഡൻ പൂവനുണ്ട് ഇനി ഇതിന്റെ. എന്റെ ഗോൾഡൻ പൂവനാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ശരിക്കൊരു 1.5-2 കിലോനോളം വലിപ്പം. ഇത് ഗോൾഡൻ ആണിത് കിടക്കുന്നത്. ഇതിനെ പറ്റി അതിന്റെ മാംസത്തിന് ഒരു മരുന്നാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കടക്കുന്നതിന്റെ കോഴിയാണിത്. കരിങ്കോഴി ഒറിജിനലാണ് തന്നെയല്ല, ഇത് ഭയങ്കര മരുന്നാണിത്. ആൾക്കാർ മരുന്ന് ആവശ്യത്തിനൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഇതിന്റെ പൂവനും മറ്റും. ഇത് കടക്കുന്നതിന്റെ ഗോൾഡൻ എന്ന് പറഞ്ഞതാണ് ഈ കളർ. ഇതാ ഗോൾഡൻ കളറായിട്ട് ഇത് വരുന്നത്. ഈ സൈഡായിട്ട് ഇതാ കണ്ടില്ലേ, ഇതാണ് ഗോൾഡൻ കളർ. ഇതാണ് ഗോൾഡൻ ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ സിൽവർ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. ഇത് ഗോൾഡൻ ആണ്, സിൽവർ ഇപ്പം എൻ്റെ ഇല്ല. പിന്നെ കുഞ്ഞുങ്ങളൊപ്പം ഉള്ളത്, കൊടുക്കേണ്ട കുഞ്ഞുങ്ങളൊപ്പം ഉള്ളത് കുറെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഞാനത് മുടുകൊക്കെ ഉണ്ട്. ഇവിടെ മുടുക വിരിയിക്കാനും കൊടുക്കുന്നുണ്ട്, അടവെക്കാന് ഇൻക്യുബേറ്ററിലൊക്കെ വെക്കാനും അടവെക്കാനുള്ള മുടുക കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ മരുന്നിനായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്, സ്ഥിരമായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. കൊടുക്കാനില്ലാത്തതേ പറയുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറവേ ഉള്ളൂ. ഇപ്പോൾ അവിടെ കോഴി കുറവേ ഉള്ളൂ. കാരണം ഞാൻ കുറേ 200-250 കോഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചതാണ്. കാരണം കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല കാരണത്താലേ. ഒന്നാമത് സമയം കിട്ടുന്നില്ല, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട്. ഫുഡ് സാധാരണ പുറത്തുനിന്ന് മേടിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഗ്രോവർ ഉണ്ട്, കോഴിയുടെ ഈ SKM-ന്റെ ഒരു ഗ്രോവർ കിട്ടുന്നുണ്ട്. മേടിച്ച് കൊടുക്കണം. അല്ല ഞാൻ ശരിക്കും വരയ്ക്കുന്ന മുട്ട കിട്ടില്ല കേട്ടോ. നമ്മളെ നാടൻ തീറ്റ മാത്രം കൊടുത്താൽ അവർക്ക് മുട്ട കിട്ടില്ല, വരയ്ക്കുന്ന മുട്ട കിട്ടില്ല. ആളുകൾ നമ്മൾ അരിയും കുറച്ച് ഗോതമ്പത്തിന് മണിയൊക്കെ ഇട്ട് കൊടുത്താൽ ശരിക്കും അവർ മുട്ട കിട്ടില്ല. ആൾക്കാർക്ക് അതാ സംഭവിക്കുന്നത്. കുറെ ആൾക്കാർക്ക് കരിങ്കോഴിനൊക്കെ വളർത്തും, പക്ഷെ ശരിയായ തീറ്റ മേടിച്ചു കൊടുക്കില്ല. പുറത്തുനിന്ന് തന്നെ SKM-ന്റെ തീറ്റ, നല്ല കരിങ്കോഴിയുടെ മുട്ട എന്ന് പറയേണ്ട, SKM-ന്റെ ഗ്രോവർ എന്നിട്ട് മേടിച്ചു കൊടുത്താൽ മതി. ശരിക്കും കൊടുത്താൽ കറക്റ്റായിട്ട് അവർ മുട്ടിടും. ഒരു 10 ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ 8 മുടുക അല്ലെങ്കിൽ 9 മുടുക, ഒന്നൊക്കെ ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും. എന്നാലും 10 വീടും കറക്റ്റായിട്ട് മുട്ട കിട്ടും. അതാണ്. വിരിയിപ്പിക്കാൻ 21 ദിവസം കൊണ്ടാണ് ഇപ്പൊ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉള്ള സ്റ്റോക്ക് ഉള്ളത്. അത് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിച്ചിട്ടുള്ളതാണ്. അത് കുഴപ്പമില്ലാണ്ട് നല്ല കേടൊന്നും കൂടാതെ 1-2 മാത്രമേ പോയുള്ളൂ. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നല്ല കുഞ്ഞുങ്ങളാണ്. 1 മാസം കഴിഞ്ഞല്ലാണ്ട് ഞാൻ കൊടുക്കില്ല. 1 മാസം 2 വാക്സിനൊക്കെ എടുത്തതിന് ശേഷം തന്നെ അവർ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ലൈറ്റ് ഇന്നലെ മിനിഞ്ഞാന്ന് മാറ്റിയിരിക്കണം. ഒരു 18 ദിവസം 17 ദിവസമൊക്കെ ആയാലും ലൈറ്റിൽ നിന്ന് മാറ്റാം, ബൾബ് ഇടലിൽ മാറ്റാം. ഇപ്പോൾ സാധാ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം, ഒരാഴ്ച കൂടെ ഒക്കെ കൊടുത്താൽ നമുക്ക് കൊടുക്കാം. ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ഇതുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു കുഴപ്പമില്ല, അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഇതാ കാണുന്നു. ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഇതാണ് കുഞ്ഞുങ്ങൾ. കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങൾ ഈ കാണുന്നു. ഇതിപ്പോ 52 കണ്ടിട്ട് മൊത്തം ഉണ്ട്. അതിൽ കുറച്ച് നാടൻ കോഴിയും കൂടി മുട്ട വെച്ചിട്ടാണ് ഞാൻ വിരിച്ചത്. നാടൻ കോഴിനെയാണ് മാറ്റി നിർത്തുന്നത്. ഇതിപ്പോ 1 മാസം ആവാൻ വേണ്ടി പോവാണ്. 1 മാസത്തിന് ശേഷം കൊടുക്കുള്ളൂ. 1 മാസം കഴിഞ്ഞാലേ കൊടുക്കുള്ളൂ. അതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടും. ഒരു വാക്സിനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ഒരു മരുന്ന് ഇതൊക്കെ കൊടുത്തല്ലാണ്ട് പിന്നെ ബുദ്ധിമുട്ടാണ്. അത് ശരിയായിട്ട് പുറത്തൊക്കെ നിന്ന് വളരാൻ ഇതായാലേ 1 മാസം കഴിഞ്ഞല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ കേട്ടാ. ഇതില് കോഴികളുണ്ടായിരുന്ന ഈ 2-3 തട്ടിലും കോഴികളുണ്ടായിരുന്ന ഈ അടിയിലത്തെ തട്ടില് ഇപ്പൊ കോഴി കിടക്കുന്നുണ്ട്. ഇതിലും കോഴികൾ ഉണ്ടായിരുന്നതാണ്. അതിൽ തന്നെ ഈ 3-ാമത്തെ ഈ തട്ടിലും കോഴി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഞാൻ കുറച്ചതാണ്. 3-ാമത് പറ്റുന്നില്ല, സമയം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് പരിപാലിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഭയങ്കര ശല്യമാണ്. ഈ കീരികളൊക്കെ ശല്യം ഭയങ്കരമാണ്. കീരികളെ പല പ്രാവശ്യം പിടിച്ചിട്ട് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു ദിവസമൊക്കെ പിടിച്ചു വെക്കും. പിന്നെ ആ വഴിക്ക് ഈ വഴിക്ക് വരില്ല. അവർ പേടി തോന്നിയാൽ പിന്നെ വരില്ല. ഇപ്പൊ കുറെ കോഴികളെ കൊന്നിട്ടുണ്ട്.
50ഓളം കോഴികൾ ഒന്നാകെ കൊന്നിട്ട് കീരികൾ. എന്നിട്ട് ഒന്നായിട്ട് കുഴിച്ചിരുന്നൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കല് ഉണ്ട്. കാരണം കോഴികളെ പിടിച്ചിട്ട് നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ അവര് ഭക്ഷണത്തിന് വന്നാൽ പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യുക? അത് ഇതാ ഈ കൂട്ടില് ഞാൻ അതിന് ശേഷം ഈ കൂട് മേടിച്ചത്. ഈ കൂട് മേടിച്ചതിന് ശേഷം പിന്നെ വലിയ കീരിയുടെ അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ആ വലിയ കൂട്. ഈ കൂടിൽ ശരിക്ക് ഒരു മുട്ടയുടെ മുട്ട വെച്ചു കൊടുത്താൽ മതി. മുട്ട വെച്ചു കൊടുത്തിട്ട് കുടുക്കി കളയാം. ഈ കൂട്ടില് കുടുക്കി കളയാം കീരിനെ. ഞാൻ മുമ്പ് പിടിച്ചിട്ടുണ്ട് ഇതില്, കാണിക്കുന്നില്ല. ഇതില് കീരിനെ പിടിച്ചിട്ട് ഒരു ദിവസം ഇവിടെ ഇട്ടാൽ മതി. അപ്പൊ പിന്നെ പേടിച്ചിട്ട് പിന്നെ ഈ വഴിക്ക് വരില്ല അവര്. എന്റെ ഒരു 53ഓളം കോഴികൾ ഒന്നായിട്ട് ഒരു കോഴി പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ കുഴിച്ചിടുന്ന കംപ്ലീറ്റ് ഒന്നായി ചാക്കിലാക്കിയിട്ട് കുഴിച്ചിടുന്നതിന് ഞാൻ വേണ്ടി കാണിച്ചു തരാം. അപ്പൊ കീരി നമ്മളെ വല്ലാതെ ശല്യപ്പെടുത്തും. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നല്ല കൂടും സേഫ്റ്റിയിലെ കൂടൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കീരിയും നായയുടെ ഒക്കെ ശല്യമുണ്ട്. ഇപ്പോ കീരിയുടെ ശല്യമാണ് ഇപ്പൊ ഉള്ളത്. നായക്കൊന്നും കിടക്കാൻ പറ്റത്തില്ല. കീരി ഒരുക്കേ കുറെ കോഴികളെ പിടിച്ച് നമ്മളെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. അത് അവരെ ഭക്ഷണമായിട്ട് ഒരു ഓടി വന്നിട്ട് അവരെ ഭക്ഷണമാക്കുന്നതാണ്. അത് അവർ കിരി പിടിച്ചാൽ തന്നെ അവര് തിന്നിയൊന്നുമില്ല. അവര് ശരിക്കൊന്ന് ചാടിയിട്ട് അതിന്റെ കഴുത്തിൽ പിടിക്കും. എന്നിട്ട് പിന്നെ അവിടെ വിടും. പിന്നെ അടുത്ത് തന്നെ പിടിക്കും. അങ്ങനെ 53 കോഴിനെ, ഞാനൊരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയതായിരുന്നു. അസ്ര ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്, അസ്റിന് ശേഷമാണ് മയ്യത്ത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് മയ്യത്തൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പൊ ഒരു മഗ്‌രിബിന്റെ നേരമായി തുടങ്ങിയിരിക്കുന്നു. ഒരു 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്നിട്ട് കുടിലേക്ക് നോക്കുമ്പോൾ എല്ലാം കെടുക്കണത്. എന്താ ഈ നേരത്തെ തന്നെ ഉറങ്ങണ, ഒന്നും ആളെ കാണുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കില്ലായിട്ട് നോക്കുമ്പോ കംപ്ലീറ്റ് എല്ലാം പണി കഴിച്ചിരിക്കുന്നു. അത് 53 എണ്ണത്തിനെ പിടിച്ച് കൊന്നിട്ടിരിക്കുന്നു. ഒരെണ്ണത്തിനെ വലിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ അതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2 കീരി ഒരുമിച്ചാണ് പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് ശരിക്കും കണ്ടു. പിന്നെ അതിനുശേഷം ആ കീരിനെ ഞാൻ കെണി വെച്ച് കോഴിമുട്ട വെച്ച് കൊടുത്തപ്പോൾ കിട്ടി, പിടിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇവിടെ ഇട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കീരി വരാറില്ല. ഇപ്പോഴും രണ്ടാമതും ശല്യം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുമ്പാണ് ഈ സംഭവം കേട്ടാ. അങ്ങനെയൊക്കെയാണ് സംഭവം.